ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ്. ഭാഗം 1 പാഠപുസ്തകം. നമ്മൾ നോക്കുന്ന ചാപ്റ്റർ മധ്യകാല ഇന്ത്യ. ആദ്യത്തെ ചാപ്റ്ററാണ് മധ്യകാല ഇന്ത്യ. മുഴുവനായിട്ടുള്ള പാഠത്തിൻ്റെ വിശദീകരണം, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. മധ്യകാല ഇന്ത്യ എന്ന ചാപ്റ്റർ നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. പാർട്ട് 2 ക്ലാസ്സിലാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തികച്ചും ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മധ്യകാല ഇന്ത്യ നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന 2 ചിത്രങ്ങൾ നിങ്ങൾ ആദ്യം നോക്കിക്കോളൂ. 1.1 1.2 നോക്കിയല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. അപ്പോൾ നമുക്ക് ആദ്യ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ചെങ്കോട്ടയുടെ ചിത്രമാണ്. ഇന്ത്യയുടെ പതാക സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെ വെച്ചാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്തുക, ദേശീയ പതാക ഉയർത്തുക. ഇതേ കാലത്ത്, അതായത് നോർത്ത് ഇന്ത്യയിൽ, നമ്മുടെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഉത്തരേന്ത്യ ഉൾപ്പെടുന്ന ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ, ഡൽഹി ഉൾപ്പെടുന്ന ഉത്തരേന്ത്യയിലാണ് ഭരിച്ചിരുന്നത് മുഗൾ ഭരണമായിരുന്നു അന്ന് കാലത്ത്. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണം. അതേ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ, നമ്മുടെ കേരളം അടക്കം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യ വിജയനഗര രാജവംശമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ്. ഓക്കെ, ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഒന്ന് മുഗൾ സാമ്രാജ്യം, ഒന്ന് വിജയനഗര സാമ്രാജ്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ ഭരണത്തെക്കുറിച്ചും വിജയനഗര ഭരണത്തെക്കുറിച്ചുമാണ്. ആദ്യം മുഗൾ ഭരണം നോക്കാം. മുഗൾ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം, മുഗൾ ഭരണം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവുന്നതിന് മുമ്പ് സുൽത്താൻമാർ ഇന്ത്യ ഭരിച്ചിരുന്നു. സുൽത്താൻമാരുടെ ഭരണം അവസാനിപ്പിച്ച് 1526 മുഗളന്മാർ സുൽത്താൻമാരുടെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം സുൽത്താൻമാരെ പരാജയപ്പെടുത്തി മുഗൾ ഭരണം ഇവിടെ സ്ഥാപിച്ച ആളാണ് ബാബർ. ഓക്കെ, ആദ്യത്തെ മുഗൾ രാജാവ്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1526 മുതൽ 1530 വരെ 4 വർഷം ബാബർ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹമാണ് ആദ്യത്തെ ആള്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന മുഗൾ ഭരണം എന്ന ടോപ്പിക്കിലെ ആളുകളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇവരാരൊക്കെ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അപ്പോൾ ആ സ്പെല്ലിംഗ്, ആ ലെറ്റർ നിങ്ങൾ നോക്കൂ. ബജ്സ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ബി ബാബർ, എച്ച് ഹുമയൂൺ, എ അക്ബർ, ജെ ജഹാംഗീർ, എസ് ഷാജഹാൻ, എ ഔറംഗസീബ്. ഓക്കെ, ഈ ആളുകളുടെ പേര് പഠിക്കാനുള്ള കോഡാണ് ബജ്സ എന്ന കോഡ് കേട്ടോ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇവരാണ് മുഗൾ ഭരണാധികാരികൾ. പദസൂര്യനിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ. മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ ആദ്യം തന്നിരിക്കുന്നത് ബാബറാണ്. മുഗൾ രാജാക്കന്മാരിൽ ബാബർ, ഹുമയൂൺ. 2 ചിത്രം ബാബർ, ഹുമയൂൺ കഴിഞ്ഞാൽ അക്ബർ അടുത്ത ആള്. ഇദ്ദേഹമാണ് അക്ബർ. ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഓക്കെ, കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ ആൽബം തയ്യാറാക്കുക. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. മുഗൾ സാമ്രാജ്യം ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഇവിടെ എല്ലാം എന്തുണ്ടായിരുന്നു? മുഗൾ ഭരണം നിലനിന്നിരുന്നു. ഇനി മുഗളരും 1-ാം പാനിപ്പത്ത് യുദ്ധവും എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം പാനിപ്പത്ത് യുദ്ധവും മുഗളരും തമ്മിൽ ബന്ധമുണ്ട്.
മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. അപ്പോൾ ചെങ്കിസ് ഖാനുമായിട്ടും തിമൂറുമായിട്ടും ബന്ധമുണ്ടായിരുന്ന രാജാവാണ് ബാബർ. ബാബർ പിതാവ് വഴി തുർക്കി കണക്ഷൻ ആയിരുന്നു, അമ്മ വഴി മംഗോൾ കണക്ഷൻ, ചെങ്കിസ് ഖാൻ വഴിയും കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയെയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526-ൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഓക്കെ, 1526-ലെ പാനിപ്പത്ത് യുദ്ധത്തിലാണ്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഇതിൽ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുകയാണ്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നത് അക്ബർ ചക്രവർത്തി, മഹാനായ അക്ബർ ചക്രവർത്തി, മുഗൾ വംശത്തിൽ വരണം. അക്ബർ നിര്യാതനായ മരിച്ചപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഭയങ്കര നല്ല റൂളറായിരുന്നു അക്ബർ കേട്ടോ. ജസ്യൂട്ട് പാദ്രി പിയറി ജറിക്, അദ്ദേഹത്തിൻ്റെയാണ് ആ വിവരണം. അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചന കുറിപ്പാണിത്. 1605-ലാണ് അക്ബർ മരിക്കുന്നത്. അപ്പോൾ എഴുതിയ അനുശോചനമാണിത്. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. ഭയങ്കര നല്ല ആളാണ്, ശക്തനാണ്. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കി. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി. നല്ല ആളാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1575-ൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. അപ്പോൾ ഇതായിരുന്നു അക്ബറിൻ്റെ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. വളരെ എന്താ പറയുക, ഒരുപാട് കാണാനുണ്ട് ഇതിനകത്ത്. ഇങ്ങനെയൊക്കെ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് തോന്നും. അത്രയും കാര്യങ്ങൾ അതിനകത്ത്, അവരുടെ കൺസ്ട്രക്ഷൻ്റെ ഒരു വലിയ മാതൃകയാണിത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? 1575-ൽ അദ്ദേഹത്തിനൊരു തലസ്ഥാന നഗരം പണികഴിപ്പിച്ചു ഫത്തേപൂർ സിക്രിയിൽ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫത്തേപൂർ സിക്രി തലസ്ഥാന നഗരം. അവിടെ അദ്ദേഹം ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് എല്ലാ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒക്കെ ഒത്തുചേർന്നത്. ഇവിടെ വെച്ചിട്ടായിരുന്നു. അക്ബർ പിന്തുടരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപപ്പെടുത്തുന്ന ദർശനമാണ് ദിൻ ഇ ഇലാഹി. അതൊരു മതമാണ് കേട്ടോ. എല്ലാ മതങ്ങളിലെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ ഉണ്ടാക്കിയ ഒരു മതമാണ് ഈ ദിൻ ഇ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ അല്ലെങ്കിൽ സുൽഫ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ, ഇതിൻ്റെ മീനിങ് വരുന്നത്. എന്താണ് ദിൻ ഇ ഇലാഹി എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വരെ അതിൻ്റെ ഇതായിട്ട് ആൻസറായിട്ട് എഴുതണം. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പിന്നെ അദ്ദേഹം ചെയ്ത കാര്യമാണ് ജസിയ, മതനികുതിയാണ്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജാ തോഡർമാൾ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചവരിൽ പ്രധാനികളാണ്. ചോദ്യം: അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ഉത്തരം 1575-ൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണികഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ചർച്ചകൾ. അടുത്ത ചോദ്യം: ഈ താഴെ മേലൊരു പ്രസ്താവനയുണ്ട്. എൻ്റെ അനുയായികൾ
എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഫിക്കുൾ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുക്കി ജഹാംഗീർ. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിൻ്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായെന്ന് ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതുക. അടുത്തത് നമുക്ക് മുഗൾ സൈന്യമാണ്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അക്ബറിൻ്റെ സൈനിക സമ്പ്രദായം മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മുഗളരുടെ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ അത് നിങ്ങൾ ചർച്ചയായിട്ട് സംഘടിപ്പിച്ച് എഴുതുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇത് തന്നെയാണ് എഴുതേണ്ടത്. നിങ്ങൾ മാൻസബ്ദാരി എന്താണെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. സൈനിക വ്യൂഹമാണ്. അതിൽ ഓരോ ഉദ്യോഗസ്ഥരെ അവരുടെ അണ്ടറിൽ എന്തുണ്ടാവും? കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് നമ്മൾ മാൻസബ് എന്ന് വിളിക്കുക. അവരുടെ ഒരു മാൻസബിൻ്റെ കീഴിൽ ഇത്രയും കുതിരപ്പട ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ എത്ര സൈന്യം അവർ നിലനിർത്തണം അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ പദവി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ മുഗൾ ഭരണം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വിജയനഗര സാമ്രാജ്യമാണ് വരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ രണ്ടാം ഭാഗത്തിലായിരിക്കും, പാർട്ട് 2-ലായിരിക്കും ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാ കമൻസിലും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.